നമസ്കാരം. സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നും നമ്മുടെ കൂടെ ഒരുപാട് രസകരമായ വിശേഷങ്ങൾ പറയാനായിട്ട് മല്ലിക ചേച്ചിയും ജോസേട്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരെയും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേച്ചിയുടെ ഒരു പുതിയ വിശേഷം, അതായത് പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത ഒരു പടത്തിൽ ചേച്ചി അങ്ങനെ ബ്രോഡാഡിയിലാണല്ലോ അഭിനയിക്കുന്നത്. സോ ആസ് എ ഡയറക്ടർ അദ്ദേഹം എങ്ങനെയാണ്, അതായത് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യുന്നതിൽ ഈ അമ്മയായതുകൊണ്ട് നമുക്ക് വേറെ രീതിയിൽ സംസാരിച്ച് ഇതാക്കാം, അങ്ങനെ ഉണ്ടോ? അയ്യോ, ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ച പോലും ഇത്രയും പേടിയില്ലായിരുന്നു. ഇതിങ്ങനെ ഇവിടുന്ന് നടന്ന് അവിടെ വരെ ചെല്ലേണ്ടതിന് നമ്മളോട് ഇതൊക്കെ അറിയാമെങ്കിലും അത് കാണിച്ച് കേട്ടാമേ. അത് അവിടെ നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും. ഞാനിപ്പോൾ ഈയിടെ 2-3 ഈ ബ്രോഡാഡിയെ കുറിച്ച് തന്നെ കുറേ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, അതാ കഴിഞ്ഞ് മോനുള്ളതൊക്കെ ഓക്കെ കഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഭാവി ഉണ്ട് ഏതായാലും ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എങ്ങനെ? അപ്പം തൊട്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ അച്ഛനായിട്ട് സുഖേട്ടൻ്റെ ഫോട്ടോയകത്ത് ഈശ്വര ഭാവി നിശ്ചയിച്ച കാരണവരെ മോൻ പറയുന്ന കേട്ടോ. ഈ അതായത് സാധാരണ അദ്ദേഹത്തിന്റെ മാനറിസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു ഡയറക്ടറിന്റെ സീറ്റിലിരിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം? അല്ല, രാജുവിനുള്ള എനിക്ക് അവനോട്ടുള്ള ഏറ്റവും വലിയ അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വർക്കഹോളിക്കാണ്, ഭയങ്കര ഒരു ഡെഡിക്കേറ്റഡാ. അത് അവൻ വരുമ്പോൾ തലേദിവസം അസോസിയേറ്റോട് പറഞ്ഞു വയ്ക്കും, 9:30 ഞാൻ ഷോട്ട് എടുക്കുമ്പോൾ ഇത് റെഡി ആയിരിക്കണം, അത് റെഡി ആയിരിക്കണം, ഇതാണ് പ്രോപ്പർട്ടി. ഇതൊക്കെ ഭയങ്കര അവർക്ക് അവരെല്ലാവരും കൂടെ തലേദിവസം അല്ല വന്നു കഴിഞ്ഞാൽ ഉടനെ ഷോട്ട് എടുക്കാൻ റെഡി ആയിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ നമ്മളോടെല്ലാം പറയും ഇതാണ് സീൻ. വേറെക്കുറെ നമ്മളെല്ലാം വായിച്ചൊരു തറോ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് അവനൊരു അവിടെ തമാശയും കളിയൊക്കെ ഇടയ്ക്ക് ചിലപ്പം വരും. ഒരു കുട്ടി ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് ഡയലോഗ് പറഞ്ഞത് ഇപ്പോൾ ചിരി വന്നില്ല. അപ്പോൾ മോളോട് തമാശ, ഇത് മരണവീടല്ല, നമ്മൾ സന്തോഷമായിട്ട് കാര്യം പറയുന്ന ഒരു വീട് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകൾ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിക്കാനൊക്കെ. പക്ഷെ അവൻ്റെ ചിരിയും കളിയും മൊത്തം ലാലുവായിട്ടാണ്, മോഹൻലാലുമായിട്ട്. അവിടെ പിന്നെ ലാലു ഒന്ന് പറയും, ഇവനൊന്ന് പറയും, ലാലു 2 പറയും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. നമ്മളൊക്കെ പിന്നെ അമ്മ എന്നുള്ള രീതിയിൽ എന്നാലും അത്ര വലിയൊരു ഓവർ സീരിയസ് ആയിട്ടൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ജോസേട്ടൻ്റെ ഒരു സീൻ ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സീൻ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ്, അതിൽ ഒരുപാട് തമാശകളുണ്ട്. ആ സീനൊന്നും കണ്ട എങ്ങനെ ഉണ്ടാവും? ചേട്ടൻ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ വരും. പകൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇന്നലെ തിരുവനന്തപുരത്ത് PTP നഗറിൽ നടന്ന ഭീകര സംഭവം. ഇന്നലെ പട്ടാപ്പകൽ ഒരു ടിപ്ടോപ്പ് ആസാമി PTP നഗറിലുള്ള ഒരു വീടിനുള്ളിൽ കടന്നു ചെന്നു. അപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ചാരുകസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരം പാഴാക്കാതെ അവൻ പതുക്കെ വീട്ടുടമസ്ഥൻ അറിയാതെ മുകളിലത്തെ മുറിയിലേക്ക് കടന്നുപോയി. മുകളിലെ മുറിയിലുണ്ടായിരുന്ന പെണ്ണിനോട്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥ അത്യാസന്ന നിലയിൽ കിടക്കുകയാണെന്നും അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇരിക്കുന്നതായും അവളെ അറിയിച്ചു. അവളത് വിശ്വസിച്ച് ഒരു ബലിയാടിനെ പോലെ അവനെ പിന്തുടർന്നു. അപ്പോഴും ആ വീട്ടുടമസ്ഥൻ ഇതൊന്നും അറിയാതെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തൊരു വായനയാടാ നാറി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആരാണെന്ന് നോക്കണ്ടേ കാര്യതേ. അയ്യോ, ഇത് അതായത് ഇതിന്റെ ഒരു തോട്ട് തന്നെയാ. അങ്ങനെ ഒരു തോട്ട് ആ ഡയറക്ടർക്ക് തോന്നി. ഇത് നിങ്ങളുടെ മുൻകൂട്ടി ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നൊക്കെ? ഇല്ല, ആക്ച്വലി അന്ന് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് തമ്പി സാർ ഈ സീൻ വായിക്കുന്നത്. സീൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഇതിനെപ്പറ്റി ഹോംവർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് സാധനം അത് അതിൻ്റെ ടൈമിങ്ങും ആ പ്രത്യേകിച്ച് തിലകൻ ചേട്ടൻ്റെ ആ വായിക്കുന്ന രീതി എല്ലാം കൂടി വന്നപ്പോഴത്തേന് ഒരു ആംബിയൻസ് തന്നെ ഒന്ന് നമുക്ക്. പിന്നെ അതിന്റെ ഒരു പൂർണ്ണ രസം എന്ന് പറഞ്ഞാൽ മുൻപും പിൻപും കൂടെ കാണുമ്പോൾ. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഈ ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ചേച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ? അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കിത് പഠിച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പടത്തിൽ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊരു ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ബിഹൈൻഡ് ദ ക്യാമറ സംഗതികൾ എന്താന്നൊക്കെ ഉള്ളത് പലർക്കും വന്ന് കുറേ കഴിഞ്ഞാലും ഞാൻ എവിടെയാ നോക്കേണ്ടത്, ക്യാമറ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനെ നിന്നപ്പോൾ ആ കാലത്തെ എനിക്ക് മനസ്സിലായി എന്താണ് ഈ റൈറ്റ് ലെഫ്റ്റ് നോക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. മനസ്സിലായി, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും. സൂപ്പർ. നമുക്കുണ്ടല്ലോ, നമുക്ക് ഇനി ഒരു അതിഥി വരാനുണ്ട്. നിങ്ങളെ കൂടാതെ വേറൊരു
അതിഥി. അയ്യോ അതാരാ? അങ്ങനെ അത് പേടിക്കാനുള്ളൊന്നുമല്ല. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഒരു കുട്ടി വരുന്നു. പെർഫോമൻസ്. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം രേവതി. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറയൂ. നല്ല വിശേഷം. നല്ല വിശേഷം. രേവതി ഇപ്പൊ എന്ത് കോഴ്സാ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞു. ചേച്ചി വയലിൻ വായിക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമാണോ? പിന്നെ എനിക്ക് സംഗീതോപകരണം ഏത് വായിച്ചാലും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതെ, ഗിറ്റാറും പിയാനോയും ഒക്കെ ഉണ്ട്. എന്തിനാ അലങ്കൃത വരെ പിയാനോ നന്നായിട്ട് വായിക്കും. ഓ അത് ശരിയാ. അപ്പൊ വയലിൻ കുറെ കാലമായി പഠിക്കുന്നു? ഞാനിപ്പോ 5 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. 5 വയസ്സ് തൊട്ടോ? അതെ. അത് ശരി. അപ്പൊ പിന്നെ ഇപ്പൊ കാണാതെ വായിക്കാൻ ആരാ ഗുരു? അടുത്ത തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചു. പിന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ? ഓ നമസ്കാരം. ശരി. അച്ഛന് ഇതുപോലെ അച്ഛൻ ഫ്ലൂട്ട് വായിക്കും. ആഹാ, അച്ഛൻ ഫ്ലൂട്ട് വായിക്കും, മോള് വയലിൻ വായിക്കും. കീബോർഡിലുണ്ടായിരുന്ന ഓർക്കസ്ട്ര ഒരാളെ കൂടെ കീബോർഡ് പഠിപ്പിച്ചാൽ മതി. എളുപ്പമായിരുന്നു സത്യം. ഞങ്ങളെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ പാട്ട്? ചേച്ചിയുണ്ട്, പാട്ട് പാടും. ചേച്ചി പാട്ട് പാടും. ആ മതി. ഈ 6 വയസ്സിൽ 5 വയസ്സിൽ പഠിച്ചു എന്ന് പറഞ്ഞില്ല. കാരണം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ വയലിൻ എന്ന് പറയുന്നത്. സോ ആ കുഞ്ഞുനാളിൽ എങ്ങനെയാണ് അതിന് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഫസ്റ്റ് വയലിൻ പഠിക്കുന്ന പറയുമ്പോൾ വീണ പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് പോയത്. ചെന്നപ്പോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റ് പാട്ടിനിരുത്തി. പിന്നെ പഠിച്ചപ്പോ ഒരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അച്ഛൻ പാട്ട് പഠിപ്പിക്കുമായിരുന്നു കൂടെ. അപ്പൊ കൂടെയുള്ള കുട്ടികളൊന്നും പാട്ട് വായിക്കില്ല. അപ്പൊ നമ്മൾ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കൊരു ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം കുഞ്ഞുനാളിൽ മുതൽ വന്നു. രേവതി ഇപ്പോ അതായത് പാട്ട് പഠിക്കുന്ന വിശേഷം മാത്രമല്ല, പാട്ട് പഠിപ്പിക്കുന്നു, വയലിൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഒരു 40ഓളം സ്റ്റുഡൻസ്. എവിടെയാണ്? അതെ, ഞങ്ങള് സ്ഥലം പൂച്ചാക്കലാണ്, ചേർത്തല. അപ്പൊ അവിടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വയലിൻ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛൻ ഫ്ലൂട്ട്, ഡ്രോയിങ് ഒക്കെ ചെയ്യും. ഇവരുടെ ഒരു പ്രത്യേകത, ഇവരൊരു ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെണ്ടമേളവും വയലിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ. ചെണ്ട, വയലിൻ അച്ഛനും ഉണ്ട്, ഫ്ലൂട്ടും ഉണ്ട്. അതെ, അങ്ങനെ ഒരു ഫ്യൂഷൻ പറഞ്ഞു. പുറത്ത് പോയി ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? അതെ, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു കുറച്ച് ഇത്തിരി ജിൽജില്ലായിട്ടുള്ള ഒരു സംഭവം. കാരണം ചെണ്ടയുടെ ഒരു പവർ ഭയങ്കരമായിരിക്കും. അതിന്റെ കൂടെ വയലിനും ഫ്ലൂട്ടും അഡ്രസ് ഒക്കെ ഇവിടെ കാണുമല്ലേ? അത്യാവശ്യം നമുക്കൊക്കെ വലിയൊരു പരിപാടിക്ക് വേണ്ടി വന്നാല് നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേരെന്താ ചേട്ടാ? എൻ്റെ പേര് സുരേഷ്. സുരേഷ്, ഫ്ലൂട്ട് അത് കുഞ്ഞിലെ മുതൽ ചേട്ടനും ആ ഒരു... അതെ, ഞാനും ഫ്ലൂട്ട് അവിചാരിതമായിട്ട് എൻ്റെ കയ്യിൽപ്പെട്ടതാണ്. അവിചാരിതമായിട്ട്? അതെങ്ങനെയാണ് സംഭവം? അടുത്തുള്ളൊരു ഉത്സവപ്പറമ്പിൽ ഞങ്ങളുടെ നാട്ടിൽ കാണാൻ പോയപ്പോൾ ഇങ്ങനെ വിൽക്കുന്നു. അങ്ങനെ ഒരു ഫ്ലൂട്ട് എടുത്ത്, അന്ന് അതിൻ്റെ ബേസിക് ഒന്നും അറിയില്ല. അന്ന് ഫ്ലൂട്ട് ആർട്ടിസ്റ്റുകൾ പോലും ഞങ്ങളുടെ നാട്ടിലില്ല. അപ്പോൾ ഒന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പലരും ചോദിച്ചും പറഞ്ഞും ഒക്കെ നോട്ട് ഒരു ഗുരുവിന്റെ അടുത്ത് പോകാനുള്ള സാഹചര്യം ഇല്ല, അന്നുണ്ടായില്ല. അതിനുശേഷം പാട്ടുകളൊക്കെ അല്പം സ്വല്പം വായിക്കാൻ തുടങ്ങിയ ശേഷം ഒരു ഗുരു നാട്ടിൽ വന്നായിരുന്നു. അത് ബേസിക് ഒരു 4 മാസം ക്ലാസ് ബേസിക് ആയിട്ട് കിട്ടി. അങ്ങനെയാണ് എൻ്റെ ബേസിക്. അപ്പൊ ഇപ്പൊ ചേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതായത് എവിടെയെങ്കിലും പോയിട്ട്, ഇതിങ്ങനെ എപ്പോ വേണമെങ്കിലും നമുക്ക് സംഗീതം പഠിക്കാം എന്നൊരു അവസരമാണല്ലോ, ഇപ്പൊ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്നോ അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു തലത്തിലേക്ക് ഇത് കൊണ്ടുപോകണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടോ? എന്റെ പ്ലാൻ വെച്ചാൽ മോളാണ് ഇനി. കൂടെ വന്നിരിക്കുന്ന ആ കുട്ടിയെ കൂടി നമുക്ക്... എന്റെ ബന്ധുവാണ്, ഡാൻസ്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡാൻസ് ടീച്ചർ കൂടിയാണ്. അടിപൊളി ചേച്ചി, എല്ലാം ആയിട്ടോ? മോളുടെ പേര് പറയൂ. എന്റെ പേര് ബബിത. ബബിത ക്ലാസിക്കൽ ഡാൻസ് ആണോ? അതെയോ? ക്ലാസിക്കൽ ഡാൻസ്. എത്ര വർഷമായി? ഇപ്പൊ 8 ഇയേഴ്സ്. 8 ഇയേഴ്സ് ആയി. സ്കൂൾ തലത്തിൽ ഇവര് ഒരുമിച്ച് പഠിച്ചതാ. ഓ അങ്ങനെ അല്ലേ? ശരി. അപ്പൊ എന്തായാലും സന്തോഷം. രേവതി, എന്താ നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ അച്ഛനായിട്ടൊരു കോംബോ പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, അടിപൊളി. അത് കൂടാതെ എന്റെ ഒറ്റയ്ക്കുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്, മേരെ ഡോളിനെയാണ്. ശരി, അച്ഛനും രേവതി ആയിട്ടുള്ള എങ്ങനെ? അതൊരു ചെയിൻ സോങ് ആണ്, കുറച്ച് മെഡ്ലി ആയിട്ടുള്ള സോങ്സ്. എന്നാ നമുക്ക് ആദ്യം അത് തന്നെ കാണാം. അച്ഛനും കാണാമല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
രേവതിയും അച്ഛനും കൂടി രണ്ടുപേരും തകർത്തു അല്ലേ? ഭയങ്കര രസമുണ്ടായിരുന്നു ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. നല്ല സോങ് സെലക്ഷൻ എല്ലാം കൂടി നമ്മളിങ്ങനെ ആസ്വദിച്ച് പെട്ടെന്ന് തീർന്നു പോയി. ഇനി കേൾക്കണം ആഗ്രഹം പോലെ വന്നു. ഗംഭീരായിരുന്നു. ചേച്ചി പറയൂ. എനിക്ക് വാസ്തവത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഞാനിങ്ങനെ ലയിച്ചിരുന്നിട്ട് ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ മൂളിപ്പോയി ആ പാട്ടൊക്കെ. അങ്ങനെ അല്ല, അത് അതിമനോഹരം. എന്തൊരു കെമിസ്ട്രിയായി ഇവർ തമ്മിൽ. അത് ആ ചെരുമോളുമായിട്ടായിരിക്കും വീട്ടിലും ഇത് തന്നെയല്ലേ പറഞ്ഞിട്ട്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, എനിക്ക് കുറച്ച് വേദികളിലൊന്ന് നിങ്ങളെ ക്ഷണിക്കണമെന്നുണ്ട്. ഞാൻ വിളിച്ചിരിക്കും. ഓക്കേ, സൂപ്പർ. ജോസേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സലന്റ്. താങ്ക് യു. അല്ല, എന്തൊരു ഗിഫ്റ്റാന്ന് നോക്കണ്ട. സ്വന്തം അപ്പന്റെ കൂടെ നിന്നുകൊണ്ട് അത് ലൈവായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. ചേട്ടന് ഏതെങ്കിലും പാട്ട് ഇവര് പെട്ടെന്ന് ഫ്ലൂട്ടിൽ കേൾക്കണം, വയലിൻ കേൾക്കണം? ഹാരിസ് ജയരാജിന്റെ എന്തെങ്കിലും സ്മോൾ ബിറ്റ്? ഒരു പാട്ടാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് വേദിയിലേക്ക് വന്നാൽ നമുക്ക് ഇവർക്ക് ഒരു സമ്മാനം കൂടി കൊടുക്കാൻ. തീർച്ചയായിട്ടും. അച്ഛനും മകളും തമ്മിലുള്ള ഒരു പെർഫോമൻസിന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദി ആദ്യമായിട്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്. സൂപ്പർ. അപ്പൊ ഇവരുടെ ഒരു പെർഫോമൻസ് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്, അതുകൂടി നമുക്ക് കാണാം. ഓക്കെ.